പ്രിയ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിയന്യ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങൾ, നോമ്പിലെ 36-ാം ഞായറാഴ്ച ആണ് ഇന്ന് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഒന്ന്, യേശുക്രിസ്തു ചെയ്ത പ്രത്യേകമായ ചില അത്ഭുതങ്ങളിൽ 7 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 6-ാമത്തെ അത്ഭുതമാണ് പിറവിയിലെ കുരുടനായിരുന്നവന് കാഴ്ച നൽകുക എന്നുള്ളത്. വലിയ നോമ്പിൻ്റെ ആദ്യ ഞായറാഴ്ച മുതൽ രൂപാന്തരത്തിൻ്റെ സന്ദേശമാണ് ഓരോ ഞായറാഴ്ചയിലും ഞാൻ വായിക്കുന്നത്. വെള്ളം വീഞ്ഞാക്കിയതും, കുഷ്ഠരോഗി സൗഖ്യമായതും, തളർവാദ രോഗി എഴുന്നേറ്റതും, ജ്ഞാനായക്കാരിയുടെ മകൾ സൗഖ്യമായതും, കൂനിയായിരുന്ന സ്ത്രീ സൗഖ്യമായതുമെല്ലാം രൂപാന്തരത്തിൻ്റെ 5 സംഭവങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇന്ന് മറ്റൊരു രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. അവയിലെല്ലാം ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്നാണ് പിറവിയിലെ കുരുടനായിരിക്കുന്നവന് കാഴ്ച ലഭിക്കുക എന്നുള്ളത്. ഇനി 2 അത്ഭുതങ്ങൾ കൂടി ഉണ്ട്. അത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ അത്ഭുതമാണ്. അടുത്ത ശനിയാഴ്ച നമ്മൾ പ്രത്യേകമായി ഓർക്കുന്ന മരിച്ചുപോയ ലാസറിനെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം പരിസമാപ്തിയായിട്ട് ഏറ്റവും വലിയതായ രൂപാന്തരം മരിച്ചവനായ യേശു സ്വയമായി ഉയർത്തെഴുന്നേറ്റ് ശരീരത്തിന് രൂപാന്തരം നൽകി ആ രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ തൻ്റെ ശിഷ്യന്മാരെ വീണ്ടും ദർശിച്ചു എന്നുള്ളതായ സംഭവമാണ്. അപ്പോൾ രൂപാന്തര പ്രക്രിയയിൽ നാം എല്ലാവരും ഉൾപ്പെടുന്നതായ നോമ്പിൻ്റെ അനുഭവത്തിൽ ഈ സംഭവങ്ങളെല്ലാം പ്രത്യേകമായി ധ്യാനിക്കുവാൻ സഭ ക്രമീകരിച്ചിരിക്കുന്നു. പല കുഷ്ഠരോഗികളെയും മുടന്തന്മാരെയും അതുപോലെ കൈവരേണ്ടവരെയും ഒക്കെ കർത്താവ് സുഖമാക്കിയെങ്കിലും ഇതാദ്യമാണ് കുരുടനായി പിറന്ന ഒരുവന് കാഴ്ച കൊടുക്കുന്നത്. അത് ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ് അവൻ്റെ കണ്ണുകൾ. ആദാമിനെ സൃഷ്ടിച്ചത് നിലത്തെ പൊടിയിൽ നിന്ന് വെള്ളമണ്ണ് കുഴച്ചെടുത്ത് ആദാമിനെ സൃഷ്ടിക്കുകയാണ്. വിശുദ്ധ സ്വർണ്ണനാവുകാരന്മാർ ഇവാനിയോസ് പറയുന്നത് അതുപോലൊരു സൃഷ്ടിയാണ് ഇവിടെ നടന്നത്. കർത്താവ് നിലത്ത് തുപ്പി മണ്ണ് കുഴച്ച് അവൻ്റെ കണ്ണുകളിൽ പുരട്ടി. ഒരു പുതിയ അനുഭവത്തിലേക്ക് അവൻ വരുന്നതിന് ഇതുവരെയുള്ളതായ അവൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്തെ അവൻ കാണുകയാണ്. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവമാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ് കർത്താവ് ഇത് പറയുന്നത്? അപ്പോസ്തലന്മാരോടും ജനങ്ങളോടും തന്നെ സമീപിച്ചതായ യഹൂദന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരൊക്കെ കണ്ണ് കാണുന്നെന്ന് പറയുന്നെങ്കിലും ഇവർ കുരുടന്മാരാണ്. അപ്പോൾ യഹൂദന് മാത്രമല്ല സർവ്വ മനുഷ്യർക്കും അന്ധത മാറി നല്ല കാഴ്ചയുണ്ടാവണം. യേശുവിനെ കാണുവാനുള്ള കണ്ണു തുറക്കണം.
ദൈവത്തെ കാണുവാനുള്ള കണ്ണ് തുറക്കണം. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത് അന്ധരായി തീർന്നു. അവർ ദൈവത്തെ കാണുവാൻ കഴിയാത്തത് കൊണ്ടാണ് മുഖം മറച്ചുകൊണ്ട് അവർ ഓടി ഒളിച്ചത്. പാപം മനുഷ്യന് അന്ധകാരം വരുത്തുന്നതാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലൗദൂക്യ സഭയ്ക്ക് എഴുതുന്നതായ സന്ദേശത്തിൽ നിന്റെ കണ്ണിന് കാഴ്ച പ്രാപിക്കേണ്ടതിന് എന്നോട് സുഗന്ധ തൈലം ആവശ്യപ്പെടുവാനാണ് പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? അസന്മാർഗികതയിൽ സത്യത്തെ മനസ്സിലാക്കുവാനും ദൈവിക മാർഗങ്ങൾ അറിയാനും കഴിയാത്തവണ്ണം അന്ധമായിരിക്കുന്ന ലൗദൂക്യയിലെ ആളുകളുടെ കണ്ണുകൾ അനുതാപത്തിൻ്റെ തൈലം കൊണ്ട് സൗഖ്യമാക്കണമെന്നുള്ളതാണ് യേശുക്രിസ്തു ലൗദൂക്യ സഭയെക്കുറിച്ച് പറയുന്നത്. ഇത് തന്നെയാണ് ഇന്നും നമ്മളോടും പറയുവാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും കുറ്റങ്ങളെയുമൊക്കെ അന്ധകാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ തള്ളിവിടുവാനായിട്ട് സാധിച്ചതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യകുംഭസാരം നടത്തി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമുക്ക് വരണം. അതിനാണ് വിശുദ്ധ നോമ്പ്. അങ്ങനെ പ്രകാശത്തിലേക്ക് വന്നിട്ടാണ് പ്രകാശത്തിൻ്റെ പ്രകാശമായിരിക്കുന്ന ഏറ്റവും വലിയ പ്രകാശമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലെ പ്രകാശത്തിൽ നമ്മൾ പ്രകാശിക്കുവാനായിട്ട് ഇടയാവുന്നത്. ഇന്ന് ലോകം മുഴുവനും അന്ധകാരത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് പത്രമാധ്യമങ്ങളിൽ കൂടി നാം ഇന്ന് കൂടുതൽ അറിയുകയാണ്. പണ്ടത്തെ കാലത്തേക്കാൾ ഇന്ന് എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഒരു കോണിലോ മൂലയിലോ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം മുഴുവനും ഇന്ന് അറിയുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, രാജ്യങ്ങൾ തമ്മിലുള്ളതായ വൈരാഗ്യവും യുദ്ധങ്ങളും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും തിമിരം പിടിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനമാണ്. യുക്രൈനിലും ഗാസയിലുമൊക്കെയുള്ള നടക്കുന്ന യുദ്ധങ്ങൾ അന്ധകാരത്തിൻ്റെ മക്കൾക്ക് പ്രകാശം കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്നതായ യാഥാർത്ഥ്യങ്ങളാണ് നമുക്കറിയാം. എന്തിനധികം അത് നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹത്തിലും ഇത് കാണുന്നു. മദ്യമയക്കുമരുന്നുകളുടെ അടിമത്വത്തിൽ അന്ധകാരത്തിലായിരിക്കുന്ന എത്രയോ ആളുകളാണ് ജീവനൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം അന്ധകാരം പിടിച്ചിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുക്രിസ്തു നമ്മുടെ കണ്ണുകളെ തൊട്ട് സുഖമാക്കുവാൻ ഇടയായെങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് മോചനമുണ്ടാകുകയുള്ളൂ. മദ്യമാഫിയകളുടെ മാനസാന്തരമെന്ന് പറയുന്നത് ദൈവത്താൽ മാത്രം സാധിക്കുന്ന ഒരു സത്യമാണ്. മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചിട്ടും അതിനെ അതിജീവിക്കുവാൻ കഴിയാത്തപ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ സ്പർശനത്താൽ ആ അന്ധകാരം നമ്മിൽ നിന്ന് മാറിക്കിട്ടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതുപോലെയുള്ള ഒരു വലിയ സംഭവമാണ് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം 1972 വർഷമായി മലങ്കര സഭ മാർത്തോമാ ശ്ലീഹായിൽ ഇവിടെ സ്ഥാപിതമായിട്ട്.
ഈ സത്യം കാണുവാനുള്ള കഴിവില്ലാതെ അന്ധകാരത്തിലിരിക്കുന്ന അനേകം ആളുകൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മെ അതിശയിപ്പിക്കുന്ന സത്യമാണ്. മറ്റെങ്ങോ നിന്ന് പൊട്ടി വീണതാണ് മലങ്കര സഭയെന്ന് ചിന്തിക്കുന്ന അന്ധകാരത്തിൻ്റെ മക്കൾ ഇന്ന് ലോകത്തിലെല്ലാമുണ്ട്. സഭാപിതാക്കന്മാർ 4-ാം നൂറ്റാണ്ട് മുതൽ മലങ്കര സഭ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമാണ്. ഇവിടെയുള്ളതായിരിക്കുന്ന പൗരോഹിത്യം മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യമാണ് എന്ന് പറയുമ്പോൾ അല്ല വേറെങ്ങാണ്ട് നിന്നുള്ള പൗരോഹിത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് പറയുന്നത് കണ്ണുകൾ അന്ധകാരമായിരിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധനായ ശ്ലീഹന്മാർ ലോകത്തിലെല്ലാം സഭ സ്ഥാപിച്ചപ്പോൾ അവ എല്ലാം കൊരിന്തിലും എഫേസൂസിലും എല്ലാം സഭ സ്ഥാപിച്ചപ്പോൾ അവയെല്ലാം അന്നു മുതൽ സ്വതന്ത്രമായി നിന്നിരുന്നപ്പോൾ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ സ്ഥാപിച്ച സഭ വേറെ ഏതോ ഒരു സഭയുടെ പുത്രീ സഭയാണ് അല്ലെങ്കിൽ അടിമയാണെന്ന് പറയുന്ന അന്ധകാരത്തിലാണ് ഇന്ന് ഒട്ടനേകം ആളുകൾ ജീവിക്കുന്നത്. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകവും കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനവും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തനിമയും സ്വാതന്ത്ര്യവും വിളിച്ചോതുന്നതായ സത്യങ്ങളാണ്. 112 വർഷമായി മലങ്കര സഭയിലെ സ്വതന്ത്രമായ കാതോലിക്കേറ്റ് സ്ഥാപിതമായി. അന്നു മുതൽ മലങ്കര സഭ സ്വാതന്ത്ര്യവും തനിമയും പ്രാപിച്ചു എന്നുള്ളതല്ല. 1972 വർഷമായി മലങ്കര സഭ സ്വതന്ത്രമായി ജീവിക്കുകയാണ്. അത് മാർത്തോമാ ശ്ലീഹായുടെ സഭയായി ഏകസഭയായി നിലനിൽക്കുകയാണ്. എന്നാൽ അതിനെ മറ്റ് ലോകസഭകൾ അതിൻ്റെ സ്വാതന്ത്ര്യത്തെയും തനിമയും അംഗീകരിച്ചതായ വലിയ ഒരു പ്രഖ്യാപനം മാത്രമാണ് കാതോലിക്കേറ്റ് പ്രഖ്യാപനമെന്ന് പറയുന്നത്. ആ കാതോലിക്കേറ്റിൻ്റെ പ്രഖ്യാപനത്തിന് അത്യന്തം അധ്വാനിച്ച് പ്രവർത്തിച്ചത് വട്ടശ്ശേരി തിരുമേനിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സഭയുടെ സ്വതന്ത്രമായ ജീവിതം ഈ സഭയുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിൽ തുടർന്നു കൊണ്ടുപോകണം. എന്തൊരു കാര്യത്തിന് 1653 മലങ്കര സഭയുടെ മക്കൾ ഒരു കൂനംകുരി സത്യത്തിൽ കൂടി പ്രതിജ്ഞ എടുത്തുവോ, ആ പ്രതിജ്ഞ എന്നും പുതുക്കുവാനും ആ പ്രതിജ്ഞയിൽ ജീവിക്കുവാനും മലങ്കര സഭയ്ക്ക് മക്കൾക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നതായ പുലിക്കോട്ടി തിരുമേനിയും മുളന്തുരുത്തി സുന്നഹദോസിൽ പത്രോസ് പാത്രികീസിനെതിരായിട്ട് സഭയുടെ സ്വാതന്ത്ര്യം അടിമവെക്കുവാൻ സാധ്യമല്ല എന്ന് തനിക്കൊരു ഭദ്രാസനം തന്നില്ലെങ്കിൽ പോലും സാധ്യമല്ല എന്ന് ഉറച്ചു പറഞ്ഞു. 6 ഭദ്രാസന്മാരെ വാഴിച്ച് 6 ഭദ്രാസനങ്ങൾ കൊടുത്തിട്ടും ആ ഉറച്ചു നിൽക്കുന്നതിൻ്റെ പേരിൽ പത്രോസ് പാത്രികീസ് അവസാനം ട്രെയിനിൽ കയറി ബോംബെക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് പുലിക്കോട്ടി തിരുമേനിക്ക് കൊല്ലം ഭദ്രാസനം അവസാനമായിട്ട് കൊടുക്കുന്നത്. പക്ഷേ അതിലൊന്നും കൂസാതെ ഉറച്ചു നിന്ന അദ്ദേഹം മറ്റെല്ലാ മെത്രാച്ചന്മാരോടൊപ്പം മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തായിട്ട് അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹവും വട്ടശ്ശേരി തിരുമേനിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് കാതോലിക്കേറ്റ് 1912 സ്ഥാപിതമായത്. അതിനേറ്റവും ശക്തമായ രീതിയിൽ പിന്നണിയിൽ നിന്നുകൊണ്ട് തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചയാളാണ് ഔഗേൻ ബാവ എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം ഔഗേൻ ഷമ്മാശനായിട്ട് നിൽക്കുന്ന കാലം മുതൽ അതിനു വേണ്ടി പ്രവർത്തിച്ചയാളാണ്. അങ്ങനെ കാതോലിക്കേറ്റ് ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നത് മലങ്കര സഭയ്ക്ക് എന്നും അതിൻ്റെ തനിമയും സ്വാതന്ത്ര്യവും ലോകസഭകൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇന്നും ആ അംഗീകരണം നമുക്ക് എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം
അതിനു മുമ്പും നമ്മുടെ കാതോലിക്കാമാരൊക്കെ വിദേശ സഭകളൊന്നൊക്കെ സന്ദർശിച്ചപ്പോൾ ആ സഭകളുടെ തുല്യമായ പദവിയിൽ നമ്മളെയും സ്വീകരിക്കാൻ അവർ തയ്യാറായി എന്നുള്ളത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും ലോകസഭകളെല്ലാം അംഗീകരിക്കുന്നു എന്നുള്ളതായ സത്യമാണ്. എന്നാൽ ഇന്നും അത് അംഗീകരിക്കാൻ തയ്യാറില്ലാതെ അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും കണ്ണടഞ്ഞിരിക്കുന്ന അന്ധകാരമുള്ളതായ പലരും ലോകത്തിലുണ്ട്, മലങ്കരയിലുമുണ്ട്. അതിൽ നമ്മൾ സഹതപിക്കുകയല്ലാതെ മാർഗമില്ല. എന്നെങ്കിലും അവരുടെ കണ്ണു തുറക്കും യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരം. ആ കണ്ണു തുറക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഒരു കാലത്ത് 1958 മുതൽ 1974 വരെ എല്ലാവരുടെയും കണ്ണു തുറന്നിരുന്നു. ആചന്ദ്രധാരൻ കാതോലിക്കേറ്റിൻ്റെ കീഴിൽ ഉറച്ചു നിൽക്കുമെന്ന് 1958 പുത്തൻകാവിൽ വെച്ച് പ്രഖ്യാപിച്ച പൗലോസ് ഫീലക്സിനോസ് തിരുമേനി 1961 അന്ത്യോക്യൻ മൂവ്മെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിപ്പോയി. അതിൻ്റെ പിന്നീടുള്ളതായ പ്രത്യാഘാതങ്ങൾ പലതായിരുന്നെങ്കിലും 1964 യാക്കോബർദീൻ പാത്രിക്കീസ് ഇവിടെ വന്ന് ഔഗൻ ബാവായെ കാതോലിക്ക സ്ഥാനത്തേക്ക് മലങ്കര സഭയുടെ സുന്നഹദോസ് ഉയർത്തിയതായ സമയത്ത് ആ ശുശ്രൂഷയുടെ പ്രധാന കാർമ്മികത്വം വഹിച്ചതോടുകൂടി പൗലോസ് ഫീലക്സിനോസ് തിരുമേനി വീണ്ടും തിരിച്ച് മലങ്കര സഭയിലേക്ക് വന്നു. തുടർന്ന് 64 മുതൽ 74 വരെ 10 വർഷം എല്ലാവരുടെയും കണ്ണു തുറന്ന് ജീവിച്ചു. വീണ്ടും 75 വീണ്ടും അന്ധകാരത്തിലേക്ക് പോയി. ഇനി അത് എന്ന് തുറക്കുമെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തെ കർത്താവിൻ്റെ തൃക്കരങ്ങൾ നമുക്ക് പരിമേൽപ്പിക്കാം. അവർക്ക് കണ്ണു തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം 1934 ഡിസംബർ 26 കൂടിയ കോട്ടയം അസോസിയേഷനിൽ വെച്ചാണ് ഈവറിയുസുദീയൻ കാതോലിക്ക ബാവ അന്നെടുത്തതായ പല തീരുമാനങ്ങളിൽ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് എല്ലാ വർഷവും നോമ്പിലെ 36-ാം ഞായറാഴ്ച കാതോലിക്ക ദിനമായി ആചരിക്കണം, സഭാദിനമായി ആചരിക്കണമെന്ന്. മാത്രമല്ല കാതോലിക്കറ്റിൻ്റെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു കാതോലിക്ക നിധി രൂപീകരിക്കണമെന്ന്. ആ ഡിസംബറിന് ശേഷം അടുത്തു വന്നതായ 1935 36-ാം ഞായറാഴ്ചയാണ് ആദ്യമായിട്ട് കാതോലിക്കേറ്റ് നിധി കാതോലിക്ക ദിനമായി സഭാദിനമായി ആചരിക്കുന്നതും. അന്ന് റാവു സാഹിബ് ഓയഞ്ചെറിയാൻ്റെ നേതൃത്വത്തിൽ ഇതംപ്രദമായ ഒറ്റ ദിവസം കൊണ്ട് മലങ്കര സഭയ്ക്ക് അന്നത്തെ കാലത്ത് 22,000 രൂപ മലങ്കര സഭയുടെ ഫണ്ടായി രൂപീകരിക്കുകയും ചെയ്തു. ഇന്നത് 22 ലക്ഷമായി മാറിയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അന്നു മുതൽ ഇന്ന് വരെ തുടർന്നു വരുന്നു. സഭയുടെ കൈത്താങ്ങലിന് അതെന്നും ആശ്രയമായിരിക്കുന്നു. മലങ്കര സഭാ മക്കൾ കാതോലിക്ക ദിനമെന്ന് പറയുന്നത് അവരുടെ സിരകളിൽ കൂടി ഒഴുകുന്ന രക്തമുള്ളിടത്തോളം കാലം ഏറ്റവും വലിയതായി കണക്കാക്കുന്നതാണ്. അതിനപ്പുറമായിട്ട് അവർക്കൊന്നുമില്ല. അതിനെ ത്യജിക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളിലും മലങ്കര സഭയുടെ മക്കൾ വീണു പോവുകയില്ല. അതാണ് നമ്മുടെ സഭാപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന മാർഗം. അതിന് തുടർന്നു കൊണ്ടുപോകുവാൻ ഇന്ന് നാം രാവിലെ കാതോലിക്കേറ്റിൻ്റെ പതാക ഉയർത്തിയതുകൊണ്ട് ആ പതാക നമുക്ക് വിജയത്തിൻ്റെ പതാകയാണ്. 1912 സെപ്റ്റംബർ 15 മുറിപറ്റത്തിൽ മാവായി മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ ശ്ലൈഹിക സിംഹാസനത്തിന്മേൽ ആരൂഢനായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അബ്ദദ്മിശിയ പാത്രിക്കീസ് ഇവിടെ സ്ഥാപിച്ചതായ കാതോലിക്കേറ്റിൻ്റെ പതാകയാണ് അവിടെ പാറുന്നത്. അതെന്നും നിലനിൽക്കും. ഈ സഭയുടെ മക്കളുള്ളിടത്തോളം കാലം അഭംഗരമായി അത്
വിജയത്തിൽ പോകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അന്ധകാരം ലോകത്തിൽ നിന്നെല്ലാം മാറട്ടെ, എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ നിന്ന് മാറട്ടെ. നമുക്കതിന് പ്രാർത്ഥിക്കാം. കാതോലിക്കാ ദിനം ഈ ദിവസം അനുഗ്രഹമായി തീരാൻ, സഭയ്ക്ക് പുതുജീവൻ നൽകുവാൻ, സഭയ്ക്ക് വലിയ വലിയ പദ്ധതികളോടുകൂടെ മുന്നോട്ട് പോകുവാൻ, മനുഷ്യ സേവനപരമായ രീതിയിൽ മനുഷ്യർക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള ആവിഷ്കാരങ്ങളോടെ മുന്നോട്ട് പോകുവാൻ സധൈര്യം ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.